റിപ്പോർട്ടഡ് ചാനലിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, കറക്റ്റാണ്. പക്ഷെ എന്ന് വെച്ച് റിപ്പോർട്ടർമാരുടെ നേരിടുന്നത് ശരിയല്ല, അത് തെറ്റാണ്. നമ്മൾ അപലപിക്കുന്നത് മാത്രമല്ല, ഇന്നലെ തന്നെ നമ്മൾ അതിനുവേണ്ടി വളരെ സ്ട്രോങ് താക്കീത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതൽ പാട്ടഭാഗത്ത് ഉണ്ടാവും. മാത്രമല്ല, കൈരളി ടി വിക്കാരെ പോലും ആക്രമിക്കുന്ന ആൾക്കാരെ കോൺഗ്രസ്, ഇന്ന് റിപ്പോർട്ടിൻ്റെ ആൾക്കാരെ ആക്രമിക്കേണ്ട കാര്യമില്ല. ആ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ നമുക്ക് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്, അത് സത്യമാണ്. പക്ഷെ എന്ന് കരുതി റിപ്പോർട്ടർമാരെയും അതുപോലെ ക്യാമറാമാൻമാരെയും ആക്രമിക്കുന്ന നടപടി തെറ്റാണ്. അത് നമ്മൾ അപലപിക്കുന്നത് മാത്രമല്ല, ഇന്നലെ തന്നെ നമ്മൾ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തിയപ്പം അപ്പം തന്നെ ഞാൻ വിളിച്ചത് ഗൗരവത്തിൽ പറഞ്ഞാണ്. ഇനി കോൺഗ്രസ് വേദികളിൽ അത്തരം ഇല്ലാതിരിക്കാനുള്ള മുൻകരുതൽ ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഞാനത് പ്രസ്സിൽ നിങ്ങൾ ചോദിക്കുന്നത് മാത്രമല്ല, നമ്മളൊക്കെ വളരെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരല്ല നിങ്ങൾ ഓരോരുത്തരും, അത് പറ്റത് വേറെ. ഞാൻ പറഞ്ഞ ദേശാഭിമാനിക്കാരെയും കൈരളിക്കാരെയും പോലും നമ്മൾ വളരെ ഫ്രണ്ട്ലിയാണ് കൈകാര്യം ചെയ്യാറ്. പറയുമ്പം ഉള്ള കുത്തൊക്കെ തന്നിട്ട് പോലും, എന്നിട്ട് പോലും നമ്മൾ ചെയ്യാറില്ല. ആ രീതി തെറ്റാണ്. അത് ഒരിക്കലും ന്യായീകരിക്കുന്നില്ല, ചെയ്ത് നമ്മുടെ തെറ്റാണ്. ഞാനത് താക്കീത് ഇനി അത് ഇല്ലാതിരിക്കാനുള്ള മുൻകരുതൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടാവും. അല്ലാതെ സത്യം പറഞ്ഞാൽ നമ്മൾ ഉണ്ടായിരുന്നല്ലാതെ ആര് ചെയ്തു എന്നൊരു പരാതി എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ അടുത്ത് അനീഷ് തന്നെ ശ്രദ്ധപ്പെടുത്തി, അപ്പം തന്നെ പിന്നെ നമ്മളെ 24-ലെ ആളുകൂടി എന്നെ ശ്രദ്ധപ്പെടുത്തി, റിയാസിനെ ശ്രദ്ധപ്പെടുത്തി. അപ്പം തന്നെ ഞാൻ അതിൻ്റെ വേണ്ട കാര്യം പറഞ്ഞു. എനിക്കറിയാം. അല്ല, അഭിലാഷോട് ഞാൻ സംസാരിക്കാൻ ചെയ്യാൻ എന്തായാലും ഞാനത് ഇനി ഇത് ആ സംഗമം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ അത്തരത്തിലുള്ള മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് ഇത്തരത്തിൽ കയ്യേറ്റം. ഞാനടക്കമുള്ള വനിതാ മാധ്യമപ്രവർത്തകരോട് മോശമായി പെരുമാറുന്നത് കൂടി ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായൊരു മറുപടി എനിക്ക് സത്യം പറയാം, ഞാനൊരു തിരുവേണ്ടി പറയുന്നല്ല, എൻ്റെ അടുത്തൊരു റിട്ടേൺ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, കാരണം എനിക്ക് ആരാണെന്ന് അറിയില്ലല്ലോ, നിങ്ങൾ പറഞ്ഞറിവുള്ളൂ. എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ പാർട്ടി തലത്തിൽ അന്വേഷിക്കുകയും അത് ഒരാൾക്ക് നടപടിയെടുത്താൽ പിന്നെ ഉണ്ടാവില്ല. ഏതായാലും നിങ്ങൾ വാക്കാൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇനി അത് ഉണ്ടാവാതിരിക്കുള്ള മുൻകരുതൽ ഉണ്ടാകുകയും ആരാണെന്ന് ഇപ്പോൾ എനിക്കറിയില്ല. ഞാൻ അവിടുത്തെ ബ്ലോക്ക് ബസ്സിനെയും മണ്ഡലം ബസ്സിനെ വിളിച്ച് വളരെ കർശനമായ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഉണ്ടാവിക്കേണ്ടി. മാത്രമല്ല, എനിക്കറിയില്ല, നമ്മളെല്ലാം വളരെ ഇപ്പം ഞങ്ങൾക്കെതിരെ വാർത്ത കൊടുത്താൽ പോലും വളരെ ഫ്രണ്ട്ലി കൈകാര്യ രീതിയാണ് കോൺഗ്രസ് പാർട്ടിയുടേത്. ആ രീതിയെ സ്വീകരിക്കുള്ളൂ. ഞങ്ങളുടെ തെറ്റ് പറ്റിയാൽ പരസ്യമായി ഖേദം പറയാറുണ്ട്. ഒരിക്കലും ഇവിടെ ഒഡീസിലുണ്ടായ സംഭവത്തെ പോയിട്ട് ഞാൻ പരസ്യ ഖേദപ്പെടൽ നടത്തിയതാണ്. ഇന്നലത്തെ ഉണ്ടായ സംഭവത്തിൽ റിപ്പോർട്ടഡ് ചാനലിൻ്റെ മാനേജ്മെൻറ്റിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ്.